ഒരാൾ എന്നെ ഓർത്താൽ മതി, ദൈവമേ ആ കൊച്ചൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ഞാനൊരു ബിരിയാണി വാങ്ങിക്കാൻ എന്ത് ചെയ്യും? ഇത്ര റൈസ് ഉണ്ടാവോ? ഇത്രയും റൈസ് ഉണ്ടാവും. ഒരാളല്ല ചേച്ചി, കുടയുടെ താഴെ ഇപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. സന്തോഷമായി സനിക്ക്. പറഞ്ഞതല്ലേ ഞാൻ, ഇനി മുതൽ അരി കൂടുതൽ ഇട്ടോന്ന്. ഇനിയിപ്പോ ചേച്ചി 10 ചെമ്പ് കൊണ്ടുവന്നാലും പറന്നങ്ങ് ചെലവാകും. 1000 രൂപ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് ഒരു ദിവസം 2000 രൂപ കിട്ടേണ്ട ഒരു വഴിയാണ് എനിക്ക് കാണിച്ചു തന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വന്നിട്ട് പോയതാണ്. ചേച്ചി അത്രയും കഷ്ടപ്പെടുന്നതാണ്. കച്ചവടം ഉഷാറാട്ടെ, അടിപൊളിയാവും തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കണേ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ പച്ചക്കുടയുടെ താഴത്തെ ചേച്ചിയുടെ കച്ചവടമൊക്കെ അങ്ങ് ഉഷാറായി, ഒരുപാട് സന്തോഷം. അപ്പം ഈ ഒരു കച്ചവടത്തെ സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. നമ്മൾ പോകുന്ന ഒരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും അത് വിജയിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഞാനിവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു ചെമ്പിനകത്ത് ബിരിയാണി കൊണ്ടിരുന്ന ചേച്ചിയാണ്. ആ ബിരിയാണി വാങ്ങിക്കാൻ പത്തനംതിട്ട മറ്റു പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല തിരക്കുണ്ട്. ബിരിയാണി കൊണ്ടുവരുന്ന ബിരിയാണി അപ്പം ചെലവാകുന്നുണ്ട്. അപ്പം എനിക്ക് വീണ്ടും ബിരിയാണി സനി പേര് ഫിക്സഡ് ആകുമെന്ന് തോന്നുന്നു. പച്ചക്കോടയുടെ ഇടയ്ക്ക് ഒരാളെ പൊക്കിയാൻ എവിടുന്നാ വരുന്നേ? പള്ളിപ്പാട് വീഡിയോ കണ്ടിട്ട് വരുവാണോ? ബിരിയാണി നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടോ അതോ വീഡിയോ കണ്ട് വാങ്ങിക്കാൻ വന്നതാണോ? വീഡിയോ കണ്ടിട്ട് വന്നാ. സന്തോഷം. അപ്പൊ കഴിച്ചിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ, നല്ല ബിരിയാണി ഞാൻ കഴിച്ചു, അതുകൊണ്ടാ പറഞ്ഞത്. ഇത്ര റൈസ് ഉണ്ടാവോ? ഇത്രയും റൈസ് ഉണ്ടാവും. പിന്നെ ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടോ? സെപ്പറേറ്റ് ഉണ്ട്. ഈ ഒരു ബിരിയാണിക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലേ? ഒത്തിരി കഷ്ടപ്പാട്, 4-5 പേരുടെ കഷ്ടപ്പാടുണ്ട്. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നേപ്പാളുകാരനാണ്. 35 വർഷമായി നാട്ടിൽ വന്നിട്ട്. സന്തോഷം ചേട്ടനെ കണ്ടതിന്. പേര് പറഞ്ഞില്ല. കൃഷ്ണ ചേട്ടൻ ബിരിയാണി വാങ്ങിക്കാൻ വന്നതാണോ? വാങ്ങിച്ചോ? അപ്പൊ എന്റെ അടുത്ത് ഓടി വന്നേട്ടാ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും, ഈ ഒരു ലൊക്കാലിറ്റിയിൽ കുറെ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിന്റെ പേരെന്താ? റെമിൽ ബ്ലോഗ്. അപ്പം നമ്മളെ പോലെ തന്നെ കുറച്ചധികം ആൾക്കാർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. ഹാപ്പി ആണല്ലോ അല്ലേ എല്ലാവരും? അപ്പൊ പച്ചക്കോടയുടെ താഴോട്ട് കയറുവാണ്. കച്ചവടമൊക്കെ ഉഷാറായി. എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പരിചയപ്പെടാം. ചേച്ചി വരുന്നത് എവിടുന്നാ? ചേപ്പാട്. ബിരിയാണി വാങ്ങിച്ചില്ല, വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ചേച്ചിയുടെ കച്ചവടം ഉഷാറാക്കി തന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. ഒരു പാവപ്പെട്ട ഒരു ചേച്ചിയാണ്. ആ ചേച്ചി കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ടായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ എന്തായാലും നല്ല കച്ചവടമുണ്ട്, നല്ല തിരക്കുണ്ട്. അതെന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാവേലിക്കരക്കാർ മൊത്തം ഈ പച്ചക്കൊടയും ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. സന്തോഷം. റൈസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ചിക്കൻ തീർന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു റൈസ് മാത്രം മതി എന്ന് പറഞ്ഞു. റൈസ് മാത്രം മതി എന്ന് പറഞ്ഞല്ലേ? ആൾക്കാർ വന്ന് ബിരിയാണിയും കാലിയാക്കി, ചെമ്പും കാലിയാക്കി. എനിക്കൊരു ബിരിയാണി പോലും ഇല്ല, എനിക്കും ഇല്ല. എന്റെ കൂടെ നിൽക്കുന്ന ആർക്കും ബിരിയാണി ഇല്ല. അതൊക്കെ വടിച്ചു കോരിക്കൊണ്ട് പോയിട്ടുണ്ട്. കാര്യമായി ചോറ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചിക്കൻ ഇല്ല. 2 പേർക്ക് കൊടുക്കാനുള്ള ചോറ് കാണും. കറി ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെയാക്കി. അപ്പം എന്റെ സന്തോഷം, എനിക്ക് 1000 രൂപ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് ഒരു ദിവസം 2000 രൂപ കിട്ടേണ്ട ഒരു വഴിയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഒത്തിരി സന്തോഷമുണ്ട്.